ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇളനീർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ 2 കിലോൻ്റെ 2 കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഒന്നിച്ച് തന്നെ നമുക്ക് ബാറ്ററൊക്കെ തയ്യാറാക്കാമെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഒരു 5-6 മാസം മുമ്പ് ഞാനൊരു ഇളനീർ കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 2 കപ്പ് മൈദയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. അരിച്ചതിന് ശേഷം ഞാൻ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് പകരം 2-3 തവണ ഒന്ന് അരിച്ചെടുത്താലും മതിയാകും. അപ്പം നമ്മളിത് 2 കിലോൻ്റെ ബാറ്റർ ഒരുമിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 പാനിലേക്കാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ച് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു വലിയൊരു മിക്സിംഗ് ബൗൾ എടുക്കുക. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളതായിരിക്കുക. ഇനി അതിലേക്ക് ഒരു 8 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സൈസ് ആണെങ്കിൽ ഒരു 7 എടുത്താൽ മതി മുട്ട. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ ഞാനൊരു 1.5 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ സ്പോഞ്ച് കേക്ക് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് സ്പീഡിലാണ് ഇതിൽ പറയുന്നത്. അപ്പം ഡീറ്റെയിൽ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്നവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ലഫിയായി വന്നാൽ നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിലും കുറച്ച് കുറവാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം. ഏറ്റവും ലോ സ്പീഡിൽ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അല്ലാതെ ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് മാറും. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കെട്ടാതെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോ ബാച്ചായിട്ട് നമ്മൾ ചേർത്തിട്ട് ഇതുപോലെ ഒരേ രീതിയിൽ ഫോൾഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത് തന്നെ ഇളം ചൂടുള്ള പാല് വെച്ചിട്ട് കുറച്ച് പാല് കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 പാനും ഒരു 8 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഗ്രീസ് ചെയ്തിട്ട് അതിലടിയിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഓവണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഞാൻ OTGയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് എയർ ബബിൾസൊക്കെ പൊടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്യുകയും ചെയ്തിട്ട് ഞാൻ ഓവനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാനൊരു 35 മുതൽ 40 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇളനീറിൻ്റെ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഇളനീറിൻ്റെ പൾപ്പ് വേണം നമുക്ക്. അത്യാവശ്യം നല്ല കട്ടിക്കുള്ള ഇളനീറാണെങ്കിൽ 3 ഇളനീർ മതി, അല്ലെങ്കിൽ 4 എണ്ണം വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടിരുന്നത് റിച്ച് ഗോൾഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക. നല്ല സ്റ്റിഫാകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇളനീർ നല്ല പൾപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് പൾപ്പ് ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതുപോലെ ബാക്കിയുള്ളത് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് ആക്കിയതുണ്ടല്ലോ നമ്മുടെ ഇളനീറിൻ്റെ പൾപ്പും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയതാണിത്. അപ്പോൾ ഇത് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലുള്ള ഡെക്കറേഷനും ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്ന രീതിക്ക് ആണ് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ കണ്ടില്ലേ ഇത് നല്ല സ്റ്റിഫായിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേക്കും നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു ടിന്നിൽ നിന്ന് മാറ്റാൻ കണ്ടില്ലേ നല്ല ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സ്പോഞ്ചിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ 2 കേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ബാറ്ററി തയ്യാറാക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സെയിം മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് രണ്ടും ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 കേക്കിനും കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് ഈ ഒരു മിക്സ് തയ്യാറാക്കിയത്. നമ്മുടെ ഇളനീരിൻ്റെ പൾപ്പും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കുമാണിത്. അതുപോലെ തന്നെ ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി സൈഡിൽ വെക്കണം. ഇതുപോലെ ചെറിയ പീസായിട്ട് ഇളനീരിൻ്റെ പൾപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ചേർക്കുന്നുണ്ട് ഫില്ലിങ്സിൽ. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റമർ 2 1 kg കേക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും 1 kg കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു വെയിറ്റ്. അപ്പോൾ ഏകദേശം 1.25 കിലോയോളം വെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഷുഗർ സിറപ്പിന് പകരം ഇളനീരിൻ്റെ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒരു സിറപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനത് ചൂടാക്കുന്നൊന്നുമില്ല, ചൂടാക്കാതെ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് അരിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കുറച്ചുകൂടി നമ്മുടെ ആ ഇളനീരിൻ്റെ പൾപ്പും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും പിന്നെ ഇളനീരിൻ്റെ പൾപ്പ് ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ലെയർ വെക്കുക. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീമും പിന്നെ ഇളനീരിൻ്റെ പൾപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക. സെയിം നമ്മൾ 3 ലെയറും അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ടൊരു ക്രം കോട്ട് കൊടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിമം ഒരു അരമണിക്കൂറങ്ങ് ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നെക്സ്റ്റ് കേക്കും ഞാൻ ആ സെയിം മെത്തേഡിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സെയിം ഡിസൈനും കാര്യങ്ങളും സെയിം ഫ്ലേവറൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരേ ബാറ്ററൊക്കെ വെച്ച് ചെയ്യുമോ, അതുപോലെ നമുക്ക് ഈ ഒരു കളറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തും എല്ലാം നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരേ ഫ്ലേവർ ഓർഡർ വരികയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഇതുപോലെ സെയിം മോഡലിൽ ചെയ്തോട്ടെ എന്ന്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഇത് കണ്ടില്ലേ, ഇപ്പം നമുക്ക് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുത്തു. ഇനി കുറച്ച് ക്രീമിലേക്ക് ഞാൻ ഈ ഒരു ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ പറഞ്ഞ് അന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ഇത്. അപ്പോൾ രണ്ടും സെയിം ഡിസൈൻ, ഒരാളുടെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പോൾ 2 വീട്ടിലേക്ക് സെയിം മോഡലിൽ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ സെയിം മോഡലിൽ ചെയ്തു കൊടുത്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഫോൾട്ട് ലൈന് നമ്മളിതുവരെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അധികം ചെയ്യാത്തൊരു വർക്കാണിത്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ നല്ല സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഈസിയാണ് ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ നോസിലൊന്നും വേണമെന്നില്ല, ജസ്റ്റ് ഐസിങ് ബാഗിലേക്ക് ക്രീം ആക്കി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ അങ്ങ് സിഗ്സാഗിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ഒന്നങ്ങ് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം താഴത്തും കുറച്ച് ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് നമുക്ക് ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു ഡിസൈനായിട്ട് വരും. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന സൈഡ് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അതിന് ശേഷമാണ് നമ്മളിതിൽ ഗോൾഡൻ്റെ ഡസ്റ്റർ വെച്ചിട്ട് ഒന്ന് അതൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്ലവർ കൂടി വരുന്ന പിക്കായിരുന്നു എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ റോസ് ഫ്ലവർ വരക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മളൊരു ബാസ്ക്കറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലവർ നെയിലും നമുക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സ് വരക്കുന്ന നോസിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല റോസായിട്ട് നമുക്ക് വരും. നല്ല റോസ് ഫ്ലവർ, ഒറിജിനൽ റോസ് ഫ്ലവർ പോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട്, ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീസറിൽ വെച്ച് എടുത്താൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് പറ്റും. മെൽട്ടായി പോകാനും അതിൻ്റെ ഷേപ്പ് മാറാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 3 ഫ്ലവറോളം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് മറ്റേ കേക്കും ചെയ്യുന്നത്.
അതിന് മറ്റേ കേക്കും ഇതുപോലെ തന്നെ റോസ് ഫ്ലവറും അരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് എഡിബിളൊന്നും അല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു മാജിക് കളേഴ്സിൻ്റെ ലസ്റ്റർ ടെസ്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ ആണ്. അപ്പോൾ ഇത് ഗോൾഡനും സിൽവറൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് ലസ്റ്റർ ടെസ്റ്റർ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂറിന് ശേഷമാണ് ഈ ഒരു കോട്ടിങ് കൊടുക്കുന്നത്, ഗോൾഡൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഡ്രിപ്പായിട്ട് വന്നു. അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് അതൊന്നങ്ങ് തുടച്ച് മാറ്റിയാൽ തന്നെ അതങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡ്സിൽ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോൾട്ട് ലൈൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയിമിങ്ങും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ കേക്ക് റെഡിയായി. അപ്പോൾ 2 കേക്കും ഒരേ രീതിയിൽ ഒരേ സമയത്താണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നെയിമിങ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നെയിം ചെയ്യാനായിട്ട് ഞാൻ ഫോണ്ടൻറ്റിലാണ് എഴുതാറ്. ഫോണ്ടൻറ്റിൽ എഡിബിൾ പെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ 3-4 ഹാർട്ട് ഷേപ്പിൽ റെഡ് കളർ ഫോണ്ടൻ്റ് കൂടി ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഡിബിൾ പെന്ന് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ എഴുതിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയേക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചൊരു ഗോൾഡൻ്റെ ഷുഗർ ബോൾസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സൈസും അതുപോലെ തന്നെ വലിയ സൈസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ടെൻഡർ കോക്കനട്ട് കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്കൊക്കെ നല്ല ഇഷ്ടമായി. അവർ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്